ഞാൻ വളരെ ഈ പറഞ്ഞ ബസ്റ്റ് സൈസ് വളരെ കുറവുള്ള ഒരാളാണ്. ഓക്കെ, എൻ്റെ മൈ ബസ്റ്റ് സൈസ് ഇസ് ആക്ച്വലി 32AA. ഒരു കാലത്ത് അത് അതിനേക്കാളും കുറവായിരുന്നു. ഒരു 28 ഒക്കെ ഉണ്ടായിരുന്ന, ലൈക്ക് 28 സെന്റിമീറ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വളരെ മെലിഞ്ഞിരുന്നിരുന്ന ഒരു കാലം. അന്നൊന്നും ഒരു ബ്രാ കിട്ടാൻ ഉള്ള സാധ്യത പോലും ഉണ്ടായിരുന്നില്ല. നമുക്ക് പാകത്തിനുള്ള ഒരു ബ്രാ കിട്ടാനില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇപ്പം നൃത്തം, അതുപോലെ നമ്മൾ കുറച്ച് എന്താ പറയുക, രംഗത്ത് വന്ന് അതായത് പൊതുജനത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കേണ്ട ഈ ശരീരത്തിൻ്റെ അളവുകോലുകൾ പ്രശ്നമാകുന്ന ചില രംഗങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഡാൻസൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ ഡാൻസിനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് മാത്രം കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ വെച്ച് തരും ഞങ്ങളുടെ ഡാൻസ് ടീച്ചേഴ്സ്. അതൊരു സ്ഥിരം പരിപാടിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഒപ്പം ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികൾ വരെ കളിയാക്കും, സ്കെലിട്ടൺ എന്നൊക്കെ വിളിച്ച് കളിയാക്കും. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം പഠിച്ചിരുന്ന ആൺകുട്ടികൾ, എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ദെൻ സാരി ഉടുക്കാൻ ഭയങ്കര പേടിയും മടിയുമായിരുന്നു. ബിക്കോസ് ദേ വിൽ മേക്ക് ഫൺ ഓഫ് മീ. പിന്നെ അതുപോലെ ശരീരത്തിന്റെ വലിപ്പം നോക്കിയിട്ട് മാറ്റി നിർത്തിയിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പല രംഗങ്ങളിൽ നിന്നും മാറ്റി. അപ്പൊ എനിക്ക് പേഴ്സണലി ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൂടെ എനിക്ക് ഇതിനകത്ത് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിലെ ഒരു ഫാറ്റ് മാത്രമാണ് ആ സാധനം. ഇറ്റ് ഈസ് ആക്ച്വലി ഫാറ്റ്, പ്യുവർ ഫാറ്റ് ആണത്. ഈ ഫാറ്റ് എങ്ങനെ ഇത്രയധികം ഒരാളുടെ ജീവിതം നിർണ്ണയിക്കുന്ന ഘടകമാകുന്നു എന്നുള്ളത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇതിനെ ശാസ്ത്രീയമായിട്ട് നോക്കുന്ന സമയത്ത് ഈ പുരുഷൻ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന സെക്സിന് ആകർഷകം തോന്നേണ്ട രീതിയിലുള്ളൊരു എസ്തെറ്റിക്കൽ വായനയും കൂടി ഇതിനകത്തുണ്ട്. ആ ജീവി അറിയാതെ കൂടി അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. ആ എസ്തെറ്റിക്കൽ വായന നമ്മൾ ഒരുപക്ഷെ ജനാധിപത്യപരമായിട്ടുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് ഇതിനെ മറികടന്നുകൊണ്ട് ഒരു അയാൾക്ക് കൊടുക്കണമെന്നാണ് നമ്മൾ വാദിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു എസ്തെറ്റിക്കൽ വായന ഉണ്ടല്ലോ, ഈ ജീവി ഉള്ളിൽ അറിയാതെ ചെയ്യുന്ന സോക്കോൾഡായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ ബിംബങ്ങളൊക്കെ ഉണ്ടാവും. അതേപറ്റി ഇതിനകത്ത് സംസാരിച്ചു കണ്ടില്ല. ഇല്ലെങ്കിൽ ഈ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വികാരം ഉണ്ടാവുന്നുണ്ടോ ഒരു ആംഗിൾ കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച വിഷയം കുറച്ചുകൂടെ പൂർണ്ണമാവില്ല എന്നൊരു ചോദ്യം എനിക്ക്. കുറച്ചുകൂടെ ഒന്നുകൂടെ പരത്തി പറയാമായിരുന്നു. എന്താ പറയാ, ഏറ്റക്കുറച്ചിലുകളുടെ എസ്തെറ്റിക്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനമായിട്ട് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ കാണിക്കാമായിരുന്നു. മോഡലിങ്ങിനെ അങ്ങനെ കാണിക്കാമായിരുന്നു. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ആംഗിൾ ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. അതൊരു പുരുഷൻ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഓപ്പോസിറ്റ് സെക്സ് തോന്നുന്ന ഒരു അട്രാക്ഷനെ ഫിക്സ് ചെയ്യുന്നത് വെരി ട്രൂ. അതൊരു നർച്ചറിംഗിന്റെ സിംബലും മാത്രമല്ല, അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് പ്ലെഷർ. അതല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഒരു, പക്ഷേ ഇതിലെ മാലിനിയുടെ ക്യാരക്ടർ ആ എസ്തെറ്റിക്സ് എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്.